വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. +1 ഇംഗ്ലീഷ് വളരെ സിമ്പിളായി എക്സാമിന് വേണ്ടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇഫ് എന്ന് പറയുന്ന കവിതയാണ്. ഓക്കെ, ഇഫ് ഇറ്റ്സ് എ വെരി ഗുഡ് പോയം. ഇറ്റ്സ് റിട്ടൺ ബൈ റഡ്യാർഡ് കിപ്ലിംഗ്. ഈ റഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന ആൾ വളരെ പ്രശസ്തനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള വർക്കുകളിലൊന്നാണ് ജംഗിൾ ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് പ്രിയപ്പെട്ട മൗഗ്ലി, ബഗീരനൊക്കെ ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടികളാണ്. ഇഫ് എന്ന് പറയുന്നത് ഒരു ഡിഡാക്റ്റിക് പോയമാണ്. ഡിഡാക്റ്റിക് പോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചിങ് പോലെ, അതായത് ഒരു മെസ്സേജ് കൊടുക്കുന്ന തരത്തിലുള്ള പോയമാണ്. കൃത്യമായിട്ട് ചില അഡ്വൈസസ് കൊടുക്കുന്ന പോലെ, ഉപദേശം കൊടുക്കുന്നത് പോലെയുള്ള ഒരു പോയമാണ് ഇഫ്. ഇത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ അവസാന ചാപ്റ്ററാണ്. ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്. ഇതിൽ നമ്മൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഡിസ്കസ് ചെയ്തു, ഐ വിൽ ഫ്ലൈ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഇഫ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരാത്തത് കൊണ്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാത്തത്. എനിവേ, ലെറ്റ്സ് മൂവ് ടു ദ പോയം. We have read about a few great personalities and identified some of the qualities of greatness. If is a didactic poem which suggests the idea of conditional fulfillment, where the poet describes the traits of the perfect man. Enjoy reading the poem. So, ആദ്യമേ പറയുന്നത് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ച് പഠിച്ചു എന്നാണ് പറയുന്നത്. ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പഠിച്ചു എന്ന് പറയുന്നു. അവരുടെ ക്വാളിറ്റീസ് എന്താണ് അവരെ ഗ്രേറ്റ് ആക്കി മാറ്റുന്നത് എന്ന് പഠിച്ചു എന്ന് പറയുന്നു. നമുക്കറിയാം, സെൽഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് ഫിയർ ഇൻ ദ കേസ് ഓഫ് യങ് സീകൾ, ആൻഡ് റിയലൈസിങ് ദാറ്റ് വി ആർ യുണീക്ക്, ആൻഡ് ഓൾസോ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്കറിയാം അതിൽ പറയുന്നത് എന്താണ്. സ്വന്തം ലിമിറ്റേഷൻസ് നോക്കിയിരിക്കാതെ സ്ട്രെങ്ത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ളൊരു ചാപ്റ്ററാണ്. അതിൽ നിന്നെല്ലാം ഗ്രേറ്റ്നസ് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഗ്രേറ്റ്നസ്സിൻ്റെ ക്വാളിറ്റീസ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നു, ഇഫ് ഈസ് എ ഡിഡാക്റ്റിക് പോയം വിച്ച് സജസ്റ്റ് ദ ഐഡിയ ഓഫ് കണ്ടീഷണൽ ഫുൾഫിൽമെൻറ്റ്. അതായത് ഇഫ് എന്ന് പറയുന്ന ഒരു ഡിഡാക്റ്റിക് പോയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉപദേശ രൂപത്തിലുള്ള പോയമാണ്. ഇതിനകത്ത് കണ്ടീഷണൽ ഫുൾഫിൽമെൻ്റ് ആണ്. ഇഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കണ്ടീഷനാണ്. ആണെങ്കിൽ, അങ്ങനെയെങ്കിൽ എന്നൊക്കെയുള്ളൊരു കണ്ടീഷനാണ് ഇഫ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ. നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സാമിൽ വിജയിക്കും. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ എന്ന് നമ്മളെങ്ങനെയാണ് പറയുന്നത്? ഇഫ് യു സ്റ്റഡി വെൽ. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ, ആണെങ്കിൽ എന്നാണ്. അപ്പോൾ ആ കണ്ടീഷനാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ കവിതയിൽ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ഈസ് എ ഡിഡാക്റ്റിക് പോയം വിച്ച് സജസ്റ്റ് ദ ഐഡിയ ഓഫ് കണ്ടീഷണൽ ഫുൾഫിൽമെൻറ്റ് വേർ ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ ട്രെയ്റ്റ്സ് ഓഫ് ദ പെർഫെക്റ്റ് മാൻ. ട്രെയ്റ്റ്സ് ഓഫ് ദ പെർഫെക്റ്റ് മാൻ ആണ് പോയറ്റ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പോയറ്റ് ഇവിടെ വിവരിക്കുന്നത്, കവി ഇവിടെ വിവരിക്കുന്നത് ഒരു പെർഫെക്റ്റ് മാൻ, ഒരു പരിപൂർണനായ മനുഷ്യൻ്റെ സവിശേഷതകളാണ്. ട്രെയ്റ്റ്സ് മീൻസ് സവിശേഷതകളാണ്. നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. ആദ്യം ഓദറിനെ കുറിച്ച് നോക്കാം. ജോസഫ് റഡ്യാർഡ് കിപ്ലിംഗ് ആണ് ഓദർ. 1865 ജനിച്ചു. 1936 അദ്ദേഹം അന്തരിച്ചു. He's an English short story writer, poet and novelist. He is chiefly remembered for his tales and poems of British soldiers in India and his tales for children. അദ്ദേഹം ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, പോയറ്റാണ്, നോവലിസ്റ്റാണ്. അദ്ദേഹം അധികവും ഓർമ്മിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കഥകളുടെയും കവിതകളുടെയും പേരിലാണ്. ഏത് കഥകളും കവിതകളുമാണ്? ബ്രിട്ടീഷ് സോൾജിയേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് പട്ടാളക്കാരെക്കുറിച്ചുള്ള കവിതകളിലും കഥകളിലുമാണ് അദ്ദേഹം പ്രശസ്തനായിരിക്കുന്നത്. ആൻഡ് ഹിസ് ടെയിൽസ് ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ കഥകളിലും. അതിലൊരു കഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജംഗിൾ ബുക്ക്. Kipling's If, perhaps his most famous poem, attracted immediate nationwide attention and it soon became a popular anthem.
കിപ്ലിങ്ങിൻ്റെ ഇഫ് വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയായി മാറി എന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ. അതിന് രാജ്യമൊട്ടാകെ ശ്രദ്ധ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുമാണ് പറയുന്നത്. അതൊരു പെട്ടെന്ന് തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആന്തമായിട്ട് മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഇഫിൻ്റെ പ്രത്യേകത. എന്താണ് ഈ ആന്തം എന്നൊക്കെ പറഞ്ഞാൽ ഗീതം എന്നാണ് അർത്ഥം. അപ്പോൾ വളരെ പ്രശസ്തമായുള്ളൊരു ഗീതമായി അദ്ദേഹത്തിൻ്റെ ഇഫ് മാറിയിട്ടുണ്ട്. ആ കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇഫ് എന്ന് പറയുന്ന കവിതയ്ക്ക് 1, 2, 3, 4 4 സ്റ്റാൻസാണുള്ളത്. ഓക്കെ, 4 സ്റ്റാൻസാണുള്ളത്. ഇതിൽ ആദ്യത്തെ സ്റ്റാൻസ മുതൽ കുറേ കണ്ടീഷണൽ ക്ലോസസ് ആണ് നമുക്ക് കാണുന്നത്. കുറേ കണ്ടീഷൻസ് ആണ്. ആ കണ്ടീഷൻസ് എല്ലാം നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മളൊരു പെർഫെക്റ്റ് മാൻ ആവുന്നു എന്ന് അവസാനത്തെ സ്റ്റാൻസയിലെ 2 ലൈനിൽ പറയുന്നു. ഒരച്ഛൻ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളുടെ രൂപത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഒരച്ഛൻ മകന് മുന്നിൽ ഒരുപാട് കണ്ടീഷൻസ് വെക്കുകയാണ്. ആ കണ്ടീഷൻസ് അവൻ അല്ലെങ്കിൽ അവനെപ്പോലെ ഏതൊരാളും പൂർത്തീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ആ വ്യക്തി ഒരു പെർഫെക്റ്റ് മാൻ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ്. If you can keep your head when all about you are losing theirs and blaming it on you, if you can trust yourself when all men doubt you but make allowance for their doubting too, if you can wait and not be tired by waiting, or being lied about, don't deal in lies, or being hated, don't give way to hating, and yet don't look too good nor talk too wise. If you can dream and not make dreams your master, if you can think and not make thoughts your aim, if you can meet with triumph and disaster and treat those two impostors just the same, if you can bear to hear the truth you have spoken, twisted by knaves to make a trap for fools, or watch the things you gave your life to broken and stoop and build them up with worn out tools. If you can make one heap of all your winnings and risk it on one turn of pitch and toes and lows and start again at your beginnings and never breathe a word about your lows. If you can force your heart and nerve and sinew to serve your turn long after they are gone, and so hold on when there is nothing in you except the will which says to them, hold on. If you can talk with crowds and keep your virtue, or walk with kings, nor lose the common touch, if neither foes nor loving friends can hurt you, if all men count with you, but none too much, if you can fill the unforgiving minute with 60 seconds worth of distance run, yours is the earth and everything that's in it, and which is more, you will be a man, my son. So this is a poem. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. If you can keep your head when all about you are losing theirs and blaming it on you. എല്ലാവരും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പറ്റി തല കുനിക്കേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലേ, അതാണ് അവിടെ പറയുന്നത്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ദെയേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. ആ പ്രശ്നത്തിനൊരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തിന് നിങ്ങളാണ് ഉത്തരവാദി എന്ന് എല്ലാവരും പറയുന്നു, എല്ലാവരും തല കുനിക്കേണ്ടി വരുന്നു. ആ സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാൻ പറ്റുകയാണെങ്കിൽ എന്നാണ് പറയുന്നത്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു. എല്ലാവരും നിങ്ങളെ സംശയിക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുകയാണെങ്കിൽ, ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. അതേസമയം അവരെ സംശയിക്കാൻ അനുവദിക്കുകയും ചെയ്യുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് നമ്മളെ സംശയിക്കാനുള്ള അവകാശവും അധികാരവും എല്ലാം ഉണ്ട്, അനുവദിക്കുക. അതിനെ നമ്മൾ തടയാൻ പോവേണ്ട. അതേസമയം നമ്മളെ വിശ്വസിക്കുക, അല്ലേ. മേക്ക് അലവൻസ്, അനുവദിക്കുക, ഫോർ ദെയർ ഡൗട്ടിങ് ടു. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ്. നിങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതേസമയം കാത്തിരുന്നു കൊണ്ട് നിങ്ങൾ മുഷിയുന്നില്ലെങ്കിൽ, കാത്തിരിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസ് ആണ്, ക്ഷമയാണ്. ക്ഷമ എന്നുള്ളതുകൊണ്ട് പലരും എല്ലാം കാത്തിരുന്നാൽ മതി, എല്ലാം എന്നിലേക്ക് എത്തും എന്നൊരു ധാരണയിൽ കണക്കാക്കാറുണ്ട്. അതല്ല ക്ഷമ. കണ്ടിന്യൂസായി
തുടർച്ചയായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക, റിസൾട്ട് വന്നില്ലെങ്കിലും തുടർച്ചയായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള ക്ഷമയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാം എന്നിലേക്ക് വന്നോളുമെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്ന ക്ഷമയല്ല. ഓക്കെ, ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ് ഓർ ബീങ് ലൈഡ് അബൌട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നുണയാണ്. ബീങ് ലൈഡ് അബൌട്ട്, നിങ്ങളെക്കുറിച്ച് നുണകൾ ഒരുപാട് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നു. ബട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ്, പക്ഷെ നിങ്ങൾ ഇത്തരം നുണപ്രചരണങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുകയാണെങ്കിൽ. ഓർ ബീങ് ഹെയ്റ്റഡ് ഡോണ്ട് ഗിവ് വേ ടു ഹെയ്റ്റിംഗ്, നിങ്ങൾ വെറുക്കപ്പെടുന്നു പക്ഷേ നിങ്ങൾ മറ്റാരെയും വെറുക്കാതിരിക്കുകയാണെങ്കിൽ. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോട്ട് ടോക്ക് ടു വൈസ്, ഇങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ വളരെ നല്ലവനായി അഭിനയിക്കാതിരിക്കുകയാണെങ്കിൽ. ഡോണ്ട് ലുക്ക് ടു ഗുഡ്, ഞാൻ വളരെ നല്ലവനാണ് എന്ന് ഭാവിക്കാതിരിക്കുകയാണെങ്കിൽ. നോട്ട് ടോക്ക് ടു വൈസ്, വളരെ ബുദ്ധിമാൻ എന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ്? നമ്മൾ പെർഫെക്റ്റ് മാൻ ആവുമെന്നാണ് പറയുന്നത്. ആ കാര്യം അവസാനം മാത്രമേ പറയുന്നുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ, നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണാൻ കഴിയുകയാണെങ്കിൽ നല്ലത്. നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ, പക്ഷേ സ്വപ്നങ്ങളെ നിങ്ങളുടെ യജമാനനാക്കി മാറ്റരുത്. സ്വപ്നത്തെ എങ്ങനെയാണ് യജമാനനാക്കുക? മനുഷ്യനുണ്ടാവുന്ന ഗുണമാണ് യജമാനൻ അടിമ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വപ്നത്തിനെ യജമാനനാക്കരുതെന്ന് പറയുമ്പോൾ സ്വപ്നത്തിന് മനുഷ്യൻ്റെ ഒരു ഗുണം ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലേ? യജമാനനാവുക, ഭൃത്യനാവുക, ഇതൊക്കെ മനുഷ്യനാണ് ചെയ്യുക. അപ്പോൾ ജീവനില്ലാത്ത ഒരു വസ്തുവിനോ ജീവനില്ലാത്ത ഒരു വികാരത്തിനോ ആശയത്തിനോ ഒക്കെ മനുഷ്യൻ്റെ ഒരു ഗുണം ആരോപിച്ചു കൊടുക്കുന്നതിനെ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വരിയിൽ പേഴ്സോണിഫിക്കേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം, ചിന്തിക്കാൻ കഴിയുകയാണെങ്കിൽ നല്ലത്. ബട്ട് എന്ത് ചെയ്യരുത്? ചിന്തയെ നിങ്ങളുടെ ലക്ഷ്യങ്ങളാക്കി മാറ്റരുത് എന്ന് പറയുകയാണ്. ചിന്തിക്കുന്നത് ചിന്തയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പിന്നീട് ഇവിടെ എല്ലാ കാര്യങ്ങളും നിർമ്മിക്കാൻ, സൃഷ്ടിക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ മനസ്സിലൊരു ചിന്തയായി വന്നിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ ലോകത്ത് മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളായി മാറിയിട്ടുള്ളത്. പക്ഷേ അതേസമയം കടന്നു വരുന്ന എല്ലാ ചിന്തകളെയും ലക്ഷ്യങ്ങളാക്കാൻ നിന്നു കഴിഞ്ഞാൽ മനുഷ്യന് വഴിതെറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം, നിങ്ങൾ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, വിജയത്തെയും, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ദുരന്തം എന്നുള്ള തരത്തിലാണ്, പരാജയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, നിങ്ങൾ ജീവിതത്തിൽ വിജയത്തെയും പരാജയത്തെയും കണ്ടുമുട്ടുകയാണെങ്കിൽ, അല്ലേ? വിജയത്തെയും പരാജയത്തെയും കണ്ടുമുട്ടുക, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കണ്ടുമുട്ടാൻ ഇത് വ്യക്തികളോ വല്ലവരോ ആണോ വിജയവും പരാജയവും? അപ്പോൾ അവിടെ അതിന് ഒരു മനുഷ്യൻ്റെ ഗുണം കൊടുക്കുകയാണ്. അടുത്ത ലൈൻ നോക്കൂ. ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം, നിങ്ങൾക്ക് വിജയത്തെയും പരാജയത്തെയും കണ്ടുമുട്ടുകയാണെങ്കിൽ ആ രണ്ട് പേരെയും, ആ ടു ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചതിയന്മാരാണ്, ആ രണ്ട് ചതിയന്മാരെയും ഒരുപോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരുപോലെ നിങ്ങൾ അവയെ നേരിടുകയാണെങ്കിൽ. അപ്പോൾ ചതിയന്മാരെന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും, വിജയത്തെയും പരാജയത്തെയും. അപ്പോൾ അവിടെ മനുഷ്യൻ്റെ ഗുണമാണ് ചതിയൻ എന്നുള്ളതൊക്കെ, അല്ലേ? ചതിക്കുന്നതൊക്കെ മനുഷ്യൻ്റെ സ്വഭാവമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഗുണമാണ് അവിടെ വീണ്ടും എന്തിനു കൊടുക്കുന്നത്? വിജയത്തിനും പരാജയത്തിനും കൊടുക്കുന്നത്. അതിന് ഒരു വ്യക്തിയുടെ ഗുണം നൽകുന്നത് കൊണ്ട് അത് പേഴ്സോണിഫിക്കേഷനാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ പരിഗണിക്കുക. വിജയിക്കുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുക, പരാജയപ്പെടുമ്പോൾ അമിതമായി ദുഃഖിക്കാതിരിക്കുക. വിജയിക്കുമ്പോൾ അമിതമായി ആഹ്ലാദിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രയത്നം പൊതുവെ കുറയും, നമ്മൾ കുറച്ച് മടിയന്മാരായി മാറും, അഹങ്കാരം വരും. അതോടുകൂടെ നമ്മളുടെ പരാജയത്തിൽ അത് കലാശിക്കും. പരാജയത്തിൽ അമിതമായി വിഷമിച്ചാൽ എന്ത് സംഭവിക്കും? പരാജയത്തിൽ അമിതമായി വിഷമിക്കുന്ന പക്ഷം നമ്മളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. അപ്പോൾ ഇത് രണ്ടിലും അമിതമായി സന്തോഷിക്കാതെയും അമിതമായി ദുഃഖിക്കാതെയും ഇരിക്കുക എന്നാണ് കവി പറയുന്നത്. If you can bear to hear the truth you have spoken, twisted by knaves to make a trap for fools. If you can bear to hear, bear എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുക എന്നുള്ളതാണ്. If you can bear to hear the truth you have spoken, twisted by knaves, നിങ്ങൾ പറഞ്ഞിട്ടുള്ള സത്യം മറ്റുള്ളവർ വളച്ചൊടിക്കുക, ട്വിസ്റ്റ് ചെയ്യുക, അല്ലേ? ബൈ നേവ്സ്, കുടില തന്ത്രക്കാരാൽ അല്ലെങ്കിൽ കള്ളന്മാരാൽ. അതായത് ചില
സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞൊരു കാര്യം വളച്ചൊടിക്കുന്നത് നിങ്ങൾക്ക് സഹിച്ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സഹിച്ചിരിക്കുക എന്നുള്ളതുകൊണ്ട് അതിനെ അനുവദിക്കുക എന്നല്ല, അത്തരം നമ്മുടെ കൺട്രോളില്ലാത്തൊരു കാര്യം മറ്റൊരാൾ അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോഴും നമുക്ക് നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ, അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ നേസ് ടു മേക്ക് ട്രാപ്പ് ഫോർ ഫൂൾസ്. വിഡ്ഢികളെ പറ്റിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ വളച്ചൊടിക്കുന്നത് കാണുമ്പോൾ അത് സഹിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, or watch the things you gave your life to broken and stoop and build them up with worn out tools. Watch the things you gave your life to. നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ സമർപ്പിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് ബ്രോക്കൺ തകർന്നടിയുമ്പോൾ, സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്. നിങ്ങൾ ഉപയോഗിച്ച് തേഞ്ഞ, വോൺ ഔട്ട് മീൻസ് ഉപയോഗിച്ച് തേഞ്ഞ ഉപകരണങ്ങൾ കൊണ്ട് അവ വീണ്ടും അധ്വാനിച്ച് ഉയർത്തിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ, ഉപയോഗിച്ച് തേഞ്ഞ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിൽസാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കഴിവുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലം നമ്മുടെ ജീവിതവും അധ്വാനവും എല്ലാം നൽകി വളർത്തിയെടുത്ത സംഗതികൾ ഒരു രാത്രി കൊണ്ട് തകർന്നിടിയുമ്പോൾ അത് കാണാൻ കഴിയുകയും അത് കണ്ട് സഹിക്കാൻ കഴിയുകയും വീണ്ടും നഷ്ടപ്പെടാത്ത നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് അവയെ പൊക്കിക്കെട്ടാൻ കഴിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. നിങ്ങളുടെ എല്ലാ വിന്നിങ്സും എല്ലാ നേട്ടങ്ങളും ഒരു ഹീപ്പാക്കുക, ഒരു കൂനയാക്കി നിർത്തിക്കൊണ്ട് അതിനെ റിസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ എന്നാണ്. അതായത് നമ്മുടെ നേട്ടങ്ങളെല്ലാം ഒരു വെല്ലുവിളി ഏറ്റെടുക്കുക, അതായത് നമുക്ക് കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുക, റിസ്ക് എടുക്കാൻ തയ്യാറാവുക. ഇത്തരത്തിൽ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അതാണ് ആ ലൈനിൽ ഉപയോഗിക്കുന്നത്. ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്, നിങ്ങളുടെ നേട്ടങ്ങളെല്ലാം കൂട്ടിവെച്ച് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്, ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ. പലപ്പോഴും അത്തരത്തിലുള്ള ആളുകളാണ് ഉന്നതിയിലെത്തിയിട്ടുള്ളവർ, നമ്മൾ നോക്കിയാൽ അറിയാം അല്ലേ. അതായത് നേടിയിട്ടുള്ള പലതും നഷ്ടപ്പെടുത്താൻ വേണ്ടി തയ്യാറായി കൂടുതൽ റിസ്ക് എടുക്കുന്നവരാണ് വലിയ വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരുന്നത്. അതുപോലെ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എന്നാണ് പറയുന്നത്. ആൻഡ് ലോസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്, എന്നിട്ട് നഷ്ടപ്പെട്ട് വീണ്ടും നിങ്ങൾക്ക് ആദ്യം മുതൽ തുടങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെടുമ്പോൾ തളരുകയല്ല, വീണ്ടും ആദ്യം മുതൽ തുടങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്, നിങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഒന്നും പറയാതെ നിങ്ങൾക്ക് വീണ്ടും ആദ്യം മുതൽ ജോലി ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതാണ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. അതായത് പറയുന്നത് ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട്, നെർവ് ആൻഡ് സിന്യൂ, ഇവിടെ നിങ്ങളുടെ ശരീരം തളരുമ്പോഴും അതാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട്, നെർവ് ആൻഡ് സിന്യൂ, നിങ്ങൾ നാഡീഞരമ്പുകളും ഹൃദയവും എല്ലാം തളരുമ്പോഴും അല്ലേ, എന്തിന് തളരുക? ടു സെർവ് യുവർ ടേൺ ആഫ്റ്റർ ദേ ആർ ഗോൺ. നിങ്ങളെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരം തളരും, ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തളർന്ന് അവശരാവും അല്ലേ, എന്ത് ചെയ്യാൻ കഴിയില്ല. സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ, അതായത് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചില നേരത്ത് നമ്മുടെ ശരീരത്തിന് കഴിയാതെ വരുന്ന സമയത്ത്, നമ്മളാകെ തളരുന്ന സമയത്ത് പോലും. ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഈസ് നത്തിങ് ഇൻ യു എക്സെപ്റ്റ് ദ വിൽ വിച്ച് സേസ് ടു ദം ഹോൾഡ് ഓൺ. നിങ്ങളുടെ ശരീരം മുഴുവൻ തളരുമ്പോഴും നിങ്ങളുടെ വിൽ പവറിനാൽ, വിൽ പവർ മാത്രം നിങ്ങളിലുള്ളപ്പോൾ, അതാണ് എക്സെപ്റ്റ് ദ വിൽ പവർ ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോഴും നിങ്ങൾക്ക് ആ വിൽ പവർ കൊണ്ട്, നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് ഒരു കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയാണെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ കഴിയുകയാണെങ്കിൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഈസ് നത്തിങ് ഇൻ യു. അങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് ഹോൾഡ് ഓൺ, പിടിച്ചു നിൽക്കാൻ കഴിയുകയാണെങ്കിൽ, ഒന്നും നിങ്ങളിൽ ഇല്ലാതിരിക്കുന്ന സമയത്തും എക്സെപ്റ്റ് എന്തൊഴികെ ദ വിൽ, അതായത് നിങ്ങളുടെ ഇച്ഛാശക്തി മാത്രം നിങ്ങളിൽ നിലനിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഹോൾഡ് ഓൺ, പിടിച്ചു നിൽക്കുക എന്നുള്ള ധൈര്യത്തോടുകൂടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യൂ, നിങ്ങൾക്ക് ജനക്കൂട്ടത്തിനിടയിൽ ആയിരിക്കുന്ന സമയത്തും
പലതരം ആളുകൾക്കിടയിൽ ഇടപഴകുമ്പോഴും നിങ്ങളുടെ നന്മയെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ടോക്ക് വിത്ത് ക്രൗഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലതരക്കാരായുള്ള ആളുകളോട് ഇടപഴകുമ്പോഴാണ്. പലതരക്കാരായ ആളുകളിൽ ഇടപഴകുന്ന സമയത്ത് അവരുടെ ചീത്ത ക്വാളിറ്റീസ് അല്ലെങ്കിൽ ചീത്ത ഗുണങ്ങൾ നമ്മളിൽ എത്താതെ അപ്പോഴും നമ്മുടെ വിർച്യു, നന്മയെ നമുക്ക് മുൻനിർത്തി പിടിക്കാൻ കഴിയുകയാണെങ്കിൽ, ഓർ വാക്ക് വിത്ത് കിങ്സ്, രാജാക്കന്മാരുടെ കൂടെ നടക്കുന്ന സമയത്തും, നോ ലോസ് എ കോമൺ ടച്ച്, സാധാരണക്കാരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആളുകളോട് ഒപ്പം സഹവർത്തിക്കുമ്പോഴും അവരോടൊപ്പം നടക്കുമ്പോഴും അവരോടൊപ്പം നിലനിൽക്കുമ്പോഴും സാധാരണക്കാരുമായിട്ട് ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ഇഫ് നൈദർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു, നിങ്ങളുടെ ഫോഴ്സ്, നിങ്ങളുടെ ശത്രുക്കൾക്കോ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾക്കോ നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇതൊക്കെ വേദനിപ്പിക്കാൻ ശ്രമിക്കാം പല രീതിയിൽ, ആ സമയത്ത് പോലും നമുക്ക് വേദനിക്കണോ വേദനിക്കണ്ടേ എന്ന് തീരുമാനിക്കുന്ന നമ്മളാണ്. ആ രീതിയിൽ നിൽക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ, ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു, ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു മീൻസ് ഇഫ് ഓൾ മെൻ കം ടു യു ഇൻ ഓർഡർ ടു റിസീവ് സം സോർട്ട് ഓഫ് ഹെൽപ്പ് ഫ്രം യു, അതായത് നിങ്ങളിൽ വന്നിട്ട്, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മറ്റുള്ളവർ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ബട്ട് നൺ ടു മച്ച് എന്ന് പറയുന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആളുകൾ നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് വരുന്നുണ്ടെങ്കിൽ പക്ഷേ അമിതമായി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കണം, അല്ലേ? അപ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് സഹായം അഭ്യർത്ഥിച്ച് വരുന്നു, അമിതമായല്ല, ഒരു പരിധിയിൽ. ഇഫ് യു ക്യാൻ ഫുൾഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് വിത്ത് 60 seconds worth of distance run, ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ്, അൺഫോർഗിവിംഗ് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർഗീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാപ്പ് തരിക. അൺഫോർഗിവിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാപ്പ് തരാത്ത, ഇവിടെ ഉദ്ദേശിക്കുന്ന തിരിച്ചു കിട്ടാത്ത എന്നുള്ളതാണ്. എന്ത് പോയാലും നമുക്ക് തിരിച്ചെടുക്കാൻ സമയം ഒഴികെ, അല്ലേ? അപ്പോൾ ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് വിത്ത് 60 seconds worth of distance run, 60 സെക്കൻഡിൻ്റെ അല്ലേ വേർത്തുള്ള, മൂല്യമുള്ള 60 സെക്കൻഡ് നമ്മൾ ക്ലോക്കിൽ നോക്കിയാൽ മതി. 12ൻ്റെ അവിടെ നിന്ന് പോരുന്ന സൂചി വീണ്ടും 12ലേക്ക് എത്തിച്ചേരുന്ന സമയം, സെക്കൻഡ് സൂചി, അല്ലേ? അത്രയും റൺ ചെയ്യുന്നു. അത്രയും മൂല്യമുള്ള സമയം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കാൻ പറ്റുകയാണെങ്കിൽ, പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ സമയം പാഴാക്കാതെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ, ഇതെല്ലാം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, മുകളിലേക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, യുവേഴ്സ് ഈസ് ദ എർത്ത്, ഈ ഭൂമി നിങ്ങളുടേതാണ്, ആൻഡ് എവ്രിതിങ് ദാറ്റ് ഈസ് ഇൻ ഇറ്റ്, ഈ ഭൂമിയിലുള്ള എല്ലാം താങ്കളുടേതാണ്, ആൻഡ് വിച്ച് ഈസ് മോർ, അതിനെല്ലാം ഉപരി, യു വിൽ ബി എ മാൻ മൈ സൺ, നീ ഒരു യഥാർത്ഥ മനുഷ്യനാവും എൻ്റെ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് കവി അവസാനിപ്പിക്കുകയാണ്. ഈ കവിത നമ്മുടെ മുന്നിൽ വെക്കുന്നത് ഒരു നല്ല വ്യക്തിയാവാൻ, ഒരു നല്ല മനുഷ്യനാവാൻ, ഒരു നല്ല മനുഷ്യത്വമുള്ള യഥാർത്ഥ മനുഷ്യനാവാൻ, മനുഷ്യനാമധാരിയല്ല, യഥാർത്ഥ മനുഷ്യനാവാൻ ഒരു മനുഷ്യന് വേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാം കണ്ടീഷൻസാണ് അവൻ അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടത് എന്നാണ് ഈ മഹത്തായ കവിതയിലൂടെ മഹാനായ കവി നമുക്ക് മുന്നിൽ പറഞ്ഞു വെക്കുന്നത്. വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത ചാപ്റ്ററുമായി വീണ്ടും വരാം. താങ്ക് യു.